പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം.എ. യൂസഫ് അലി. ദുബായിൽ ഓർമ്മ കേരളോത്സവം പരിപാടിയിലാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയത്. തനിക്ക് രാഷ്ട്രീയമില്ലെന്നും ഞാൻ കച്ചവടക്കാരൻ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാമർശം യൂസഫ് അലി നടത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മലയാളികൾക്കിടയിലെ ഏറ്റവും ജനകീയനായ ബിസിനസ്സുകാരന്റെ ഈ തുറന്നു പറച്ചൽ യു.ഡി.എഫിനെ സംബന്ധിച്ച് കിളി പോവുന്ന സംഗതി തന്നെയാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉന്നത നേതാക്കളുമായി വളരെ അടുപ്പമുള്ള യൂസഫ് അലിയിൽ നിന്നും ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിണറായി വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന ആഗ്രഹം യു.എ.യിൽ വെച്ച് നടന്ന മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് അടുത്തിടെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ അംഗമായ പി.ബി. അബ്ദുൾ ഹാബ് പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് യൂസഫ് അലിയുടെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇടതുപക്ഷ അണികളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളെ തീപിടിപ്പിക്കുവാൻ ഇതുതന്നെ ധാരാളമാണ്. അവരത് ഫലപ്രദമായി ഉപയോഗിച്ചു തുടങ്ങിയതും യു.ഡി.എഫിനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. മൂന്നാം ഇടതുപക്ഷ സർക്കാർ എന്ന ഒരു പ്രചാരണം സമൂഹത്തിൽ ശക്തിപ്പെടുത്താൻ വഹാബിന്റെയും എം.എ. യൂസഫ് അലിയുടെയും പ്രതികരണങ്ങൾ കാരണമാകുമെന്ന് തന്നെയാണ് CPM നേതൃത്വവും കരുതുന്നത്. യു.ഡി.എഫ് ഭയപ്പെടുന്നതും അത് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലുള്ള കോൺഗ്രസിലെ തമ്മിലടി ആ പാർട്ടിയെ വലിയൊരു സംഘടനാ പ്രതിസന്ധിയിലാണ് കൊണ്ടുചെന്നെത്തിച്ചു നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നീ നേതാക്കളുടെ നേതൃത്വത്തിൽ മൂന്നായി ചേരിതിരിഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കാണുന്നതിനേക്കാൾ ശത്രുതയോടെയാണ് സ്വന്തം പാർട്ടിയിലെ എതിരാളികളെ ഈ വിഭാഗങ്ങൾ കാണുന്നത് എന്നതും കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇതെല്ലാം പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിന് വലിയ അവമതിപ്പുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിനു പുറമെ രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദം കത്തിപ്പടർന്നതും കോൺഗ്രസിനുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഒരു പൊതുപ്രവർത്തകൻ പുലർത്തേണ്ട നൈതികത രാഹുൽ മങ്കൂട്ടത്തിൽ പുലർത്തിയിട്ടില്ല എന്നത് ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. കോടതി വിധി എന്തു തന്നെയായാലും ഈ വിവാദവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യു.ഡി.എഫിന്റെ ഉള്ള സാധ്യതകളെ തല്ലിക്കെടുത്തുന്നതായിരിക്കുമെന്ന വിലയിരുത്തലുകളും ശക്തം. രാഹുൽ മങ്കൂട്ടത്തിലിനോട് അനുഭാവമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും യുവതി പരാതി നൽകിയതോടെ ഇപ്പോൾ മാളത്തിൽ ഒളിക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത്. യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ക്രൗഡ് പുള്ളറാകേണ്ടിയിരുന്ന ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതിച്ഛായയെയും ഇപ്പോൾ വിവാദം സാരമായി ബാധിച്ചു. ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന രൂപത്തിലേക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളും കോൺഗ്രസിലെ ചേരിപ്പോരും വളരുന്നതിൽ വലിയ ആശങ്കയാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. പിണറായിക്ക് അനുകൂലമായ ഒരു പ്രതികരണം ലീഗ് എംപിയായ വഹാബിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് യു.ഡി.എഫ് വിടണമെന്ന അഭിപ്രായവും ലീഗിനുള്ളിൽ ശക്തം. ബീഹാറിൽ കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടിയെയും ലീഗ് നേതൃത്വം ഗൗരവമായാണ് കാണുന്നത്. ഇപ്പോഴത്തെ നേതൃത്വത്തിന് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യത്തിലും ലീഗിന് സംശയമുണ്ട്. അവരത് പരസ്യമായി തൽക്കാലം പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി യു.ഡി.എഫിന് തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ആദ്യം വിചാരണ ചെയ്യാൻ പോകുന്നതും ലീഗ് ആയിരിക്കും. ഇതൊക്കെയാണ് യു.ഡി.എഫിലെ നിലവിലെ അവസ്ഥയെങ്കിൽ വിവാദങ്ങളെ വിളവെടുപ്പാക്കാനുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷം നടത്തുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഇടതുപക്ഷ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പര്യടനങ്ങൾ പോലും കേരളത്തിലാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്ന് വരെ രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ലഭിക്കാത്ത അത്രയും വലിയ സ്വീകരണമാണ് പോയിടങ്ങളിലെല്ലാം പിണറായിക്ക് ലഭിച്ചത്. ഇത് രാഷ്ട്രീയമായി കേരളത്തിന് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് കണ്ടപ്പോഴാണ് യു.ഡി.എഫിന്റെ പ്രവാസി സംഘടനകൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. എന്നാൽ അവിടെയും അവരുടെ കണക്ക് കൂട്ടലുകളാണ് തെറ്റിയത്. പിണറായി ഇനി മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരുമെന്ന യൂസഫ് അലിയുടെ പരസ്യ പ്രതികരണത്തിൽ നിന്നു തന്നെ പൊതുവികാരവും പ്രകടമാണ്.